പാതിവില തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളിലെ ആളുകളുടെ പ്രതിഷേധ സംഗമം തൊടുപുഴയിൽ നടന്നു. തട്ടിപ്പിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ 350-ലേറെ ആളുകളാണ് പങ്കെടുത്തത്. സംസ്ഥാനമൊട്ടാകെ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ സ്വന്തം നാടായ തൊടുപുഴയിലാണ് ആദ്യം തട്ടിപ്പ് തുടങ്ങിയത്. അനന്തുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശമായ കൊടയത്തൂർ അടക്കമുള്ള പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ഇയാളുടെ തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളിലുള്ളവരുടെ സംഗമമാണ് തൊടുപുഴയിൽ നടന്നത്. തൊടുപുഴയ്ക്ക് സമീപമുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തൊടുപുഴ നഗരസഭയിൽ നിന്നുമായി 360 പേർ സംഗമത്തിൽ പങ്കെടുത്തു. തട്ടിപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഇരകൾക്ക് നീതി ലഭ്യമാക്കുക, തട്ടിപ്പ് പണം കണ്ടെത്തി നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുക, രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയിട്ടുള്ള തുകകൾ പ്രസിദ്ധപ്പെടുത്തുക, സർക്കാർ മൗനം വെടിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. പാവപ്പെട്ട ആളുകളുടെ പണം തട്ടിയെടുത്തതിന് ശേഷം അതിന്റെ വിഹിതം സംഭാവനകളായോ കൈക്കൂലിയായോ വാങ്ങിയതിന് ശേഷം ആ പണം ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ട സ്ത്രീകളെ ഈ രീതിയിൽ അവഗണിക്കുന്നത് ഒരിക്കലും നല്ലതായ ഒരു ശീലമല്ല. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ, അതായത് അഴിമതിയുടെ കറ പുരളാത്ത അല്ലെങ്കിൽ അഴിമതിയിലേക്ക് നോക്കാത്ത സത്യസന്ധരായ രാഷ്ട്രീയത്തിലെ നേതാക്കൾ, എല്ലാ കക്ഷിയിലെയും പ്രത്യേകിച്ച് LDF-ലെയും UDF-ലെയും NDA-യിലും ഒക്കെ നേതാക്കന്മാർ കടന്നു വന്ന് ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവർക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തട്ടിയെടുത്ത പണം തിരികെ കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു നിലപാട് എടുക്കണമെന്ന് മാത്രമാണ് ഈ പ്രതിഷേധ സമരം കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. തട്ടിപ്പ് ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റ്, പാൻ കാർഡ് ഉപയോഗിച്ച് നടത്തിയ പണമിടപാടുകൾ എന്നിവ പരിശോധിച്ചാൽ പ്രതിയായ അനന്തകൃഷ്ണൻ ആർക്കൊക്കെ പണം നൽകാനുണ്ടെന്ന് കണ്ടെത്താം. ഇതിലൂടെ പണം സ്വീകരിച്ചവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സാധിക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അന്വേഷണം ഇഴയുന്നത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നതരെ രക്ഷിക്കാനാണെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം. തൊടുപുഴയിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമരം ശക്തമാക്കാനും യോഗം തീരുമാനിച്ചു. ജനം, ഇടുക്കി.